UDFന്റെ യഥാർത്ഥ മുഖമെന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ഇന്ത്യയിൽ അഴിമതി ഈ രാജ്യത്തെ നശിപ്പിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ഇത്തരം നടപടികൾ ശരിക്കും വളരെ അത്ഭുതകരമായ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. സത്യം മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. സത്യം ഒന്നേ ഉള്ളൂ, അതിനൊരു മുഖമേ ഉള്ളൂ. സത്യത്തിന് എന്റെ ദൈവം തന്നെ സത്യമാണ്. ഇന്ത്യയിലും അഴിമതിക്കെതിരെ പോരാടാൻ കരുത്തുള്ള ഒരുപാട് ശക്തികളുണ്ട്, ഒരുപാട് നല്ല മനസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, എല്ലാ കക്ഷികളിലും ഉണ്ട്. അല്ല, ഇനിയിപ്പോൾ എന്തായാലും UDFൽ നിൽക്കാൻ അല്ലെങ്കിൽ UDFൽ തുടരാൻ സാധിക്കുകയില്ലല്ലോ. താങ്കൾ LDFന്റെ പിന്തുണ തേടുമോ ഈ കാര്യത്തിൽ? അതൊക്കെ അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എന്റെ പാർട്ടി ഒരു തീരുമാനം എടുക്കണം. എന്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്. വലിയ പാർട്ടിയുള്ളവർക്ക് എന്തുമാകാം, ചെറിയ പാർട്ടിയുള്ളവർക്ക് ഒന്നും ആകാം, ഒന്നും പാടില്ല. അവർക്ക് വേറെ ഒരു സദ്യയിൽ രണ്ടു തരം വിളമ്പാണ്. ന്യായമില്ല, നീതിയില്ല, അതുകൊണ്ട് സത്യമില്ല. ഇപ്പം സത്യവുമില്ല. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആരുടെ പിന്തുണയും സ്വീകരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അല്ല, ഒരു MLAയുടെ വോട്ടിന് നിൽക്കേണ്ട സാഹചര്യം വന്നാൽ അപ്പോഴും എന്നെ തിരിച്ചു വിളിച്ചോളൂ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം താങ്കൾ മനസ്സിലാക്കണം, കേരളത്തിലെ മാറ്റങ്ങളെയും മറ്റൊന്നും ഉപയോഗിച്ചുകൊണ്ട് എന്റെ കുടുംബം തകർത്ത് എന്റെ 2 ആളുകൾ അധികാരത്തോടെ ചുവന്ന ബോർഡ് വെച്ച കാറിൽ നടക്കുന്നുണ്ട്. എന്റെ വ്യക്തി ജീവിതം തകർത്തു UDFലെ ചില ആളുകളാണ്. എല്ലാവരും ഒന്നും ഞാൻ പറയില്ല. UDFലെ ചില ആളുകൾക്കുള്ള റോള് നിങ്ങളോട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു തരണോ? കണ്ടവരല്ലേ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ.